കുലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മലയാളം ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. മലയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു പരീക്ഷയ്ക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മലയാളം, അല്ലേ? മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രത്യേക ഏരിയകൾ തന്നെ പറയുന്നുണ്ട് പഠിക്കാനുള്ളത്. അതിപ്പോൾ ഏത് എക്സാം ആയിരുന്നാലും, കേറ്ററ്റിന്റെ എക്സാം ആയിരുന്നാലും, PSCയുടെ ജനറൽ എക്സാം ആയിരുന്നാലും ഒക്കെ നമുക്ക് ഈ മലയാളത്തെ ഒഴിവാക്കി നിർത്താൻ സാധിക്കില്ല. അപ്പോൾ മലയാളം നമ്മൾ പഠിക്കുമ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ, സാഹിത്യ കൃതികൾ പഠിക്കാനുണ്ട്, കഥാപാത്രങ്ങൾ പഠിക്കാനുണ്ട്, സാഹിത്യകൃതിയുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അതുപോലെ മലയാളം ഗ്രാമർ പഠിക്കാനുണ്ട്. അപ്പം നമ്മളെപ്പോഴും ആ മലയാളത്തിന്റെ മാർക്ക് ഇങ്ങോട്ട് സ്കോർ ചെയ്യാൻ ഉള്ള ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷനോ കോഡോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതായത് മലയാളത്തിൽ തന്നെ ഏതൊരു പരീക്ഷകൾക്കും വരുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു കൃതിയിലെ കഥാപാത്രം ചോദിച്ചിട്ട് ഇത് ഏത് കൃതിയിലേതാണെന്ന് ചോദ്യം വരാം, അതല്ലെങ്കിൽ ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യവും വരാം. രണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് കൃതികളുണ്ട്, അല്ലെ? ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുകയാണ്. അതും കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. അത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണ് എന്നുള്ളത് ഇതിന്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ തരുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം പഠിക്കുന്നു, ആ കണക്ഷൻ ഓർത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പൊ ലാസ്റ്റത്തെ ആ ചോദ്യം നമുക്കൊന്ന് ആൻസർ ചെയ്ത് കൊണ്ട് നോക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോഡുകളായിട്ട് മാത്രം കാണുക. ചില ആളുകൾ വന്നിട്ട് പറയുന്നത് എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വെറുതെ ഒരു കണക്ഷൻ കൊടുക്കുക വേണ്ടി, നമ്മുടെ എക്സാം ഹാളിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണത് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഥാപാത്രം, കൃതി, എഴുത്തുകാരൻ, ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. കഥാപാത്രം, കൃതി, അതുപോലെ എഴുത്തുകാരൻ. അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഓരോന്ന് പഠിക്കാം. അപ്പൊ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ചുടലമുത്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ചുടലമുത്തു സാധാരണ പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് PSC ജനറൽ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് ചുടലമുത്തു എന്നുള്ള കഥാപാത്രം. ഇത് തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. തകഴി ശിവശങ്കര പിള്ളയാണ് തോട്ടിയുടെ മകൻ എഴുതിയിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് തോട്ടിയുടെ മകൻ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് വെക്കണമല്ലോ, എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ചുടലമുത്തു, ചുടലയക്ഷി, ചുടലാന്ന് നമുക്ക് ചുടലയക്ഷി എന്നല്ല ഓർമ്മ തന്നെ, ചുടലയക്ഷി അല്ലെ? ചുടലയക്ഷി എന്ന് പറയുന്ന ഒരു വളരെ ഭീകരമായിട്ടുള്ള രൂപം. ആ ചുടലയക്ഷിനെ പേടിപ്പിക്കാൻ വേണ്ടി വരികയാണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് എന്ത് ചെയ്തു, തോട്ടിൽ അങ്ങോട്ട് വഴുതി വീണു. ഒന്ന് ആലോചിച്ച് വെക്കുക. ചുടലയക്ഷി ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നു, തോട്ടിൽ എന്ത് ചെയ്തു, വഴുതി വീണു. അപ്പൊ കിട്ടിയില്ലേ നമ്മൾക്ക്? ചുടലമുത്തു എന്ന് പറയുന്നത് തോട്ടിയുടെ മകൻ്റെതാണ്. വഴുതി വീണു, ആ തകഴിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വഴുതിയാണ് വീണത്, വെറുതെ വീണല്ല, വഴുതി വീണു. അപ്പോൾ തകഴിയുടെ കൃതിയാണ് തോട്ടിയുടെ മകൻ, അതിലെ കഥാപാത്രമാണ് ചുടലമുത്തു എന്ന് നമുക്ക് കണക്ട് ചെയ്താണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ ചുടലയക്ഷി തോട്ടിൽ വഴുതി വീണു എന്ന് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. ഓമൻജി ഒരു തെരുവിന്റെ കഥ, SK പൊറ്റക്കാട്. ഇവിടെ കഥാപാത്രം പറയുന്നുണ്ട്. കഥാപാത്രം മാത്രം പഠിച്ചാൽ പോലെ കൃതിയിലാണെന്ന് പഠിക്കണം, ആ കൃതി ആരുടേതാണെന്നും പഠിക്കണം കേട്ടോ. അപ്പൊ ഓമൻജി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് ഏതാണ്? ഒരു തെരുവിന്റെ കഥയിലെയാണ്, SK പൊറ്റക്കാടിന്റെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാക്കാം, ഓമൻജിയെ നമുക്ക് ഓമനയാക്കാം. ഓമന അല്ലെ? ഓമന തെരുവിൽ പെറ്റു കേട്ടാ. ഓമന തെരുവിൽ പെറ്റു ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കുക കേട്ടാ. ഞാൻ വീണ്ടും പറയുന്നു, കോഡായിട്ട് മാത്രം കണ്ടാൽ മതി. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊന്നും കമന്റുകൾ താഴെ ഇടരുത് കേട്ടോ. അങ്ങനത്തെ കണ്ടെന്ന് രസകരമായിട്ട് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറി ചെയ്ത് പരീക്ഷ കഴിഞ്ഞാലും അത് പോവില്ല. ഓക്കെ. അപ്പൊ ഓമന തെരുവിൽ പെറ്റു എന്ന് പറയുമ്പോൾ ഓമൻജിയെ നമുക്ക് ഓമനയായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു തെരുവിന്റെ കഥ. അപ്പൊ ഓമന, പെട്ടെന്ന് ഓമനയെ നമുക്ക് ഓർമ്മ വന്നു അല്ലെ? അപ്പൊ ഓമൻജി എന്ന് പറയുന്ന ഒരു തെരുവിന്റെ കഥയിലാണ്. ആരാണ് തെരുവിന്റെ കഥ എഴുതിയിട്ടുള്ളത്? പെറ്റു അല്ലെ? SK പൊറ്റക്കാടിന്റേതാണ് എന്ത്, ഓമൻജി എന്ന് പറയുന്ന കഥാപാത്രം. അത് ഏത് കൃതിയിലാണ്? ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്നതിലാണ്. ഓമന തെരുവിൽ പെറ്റു എന്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. ക്ലിയർ ആണല്ലോ? യഥാർത്ഥത്തിലേക്ക് പോവാണ്. ഇതൊക്കെ പല പരീക്ഷകൾക്ക് ചോദിച്ചാണ് കേട്ടോ. നാല് കെട്ട് കൃതിയാണ് കേട്ടത്. 4 കെട്ട് എന്ന കൃതിയുടെ പേരാണ്. അപ്പുണ്ണി, കോന്തുണ്ണി, MT കേട്ടോ. അല്ലേ? 4 കെട്ടിന് നമുക്ക് നല്ല എന്നുള്ളത്, നല്ലവനായ ഉണ്ണി എന്നുള്ളൊരു ശൈലിയാണ് അല്ലെ? ഇപ്പോ
നമുക്കറിയാം ഇപ്പൊ സിനിമയിലേക്ക് വരുന്ന നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ നല്ലവനാണെന്ന് കാണിക്കുകയും ചെയ്യുന്നാല് ആളുകൾ അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പല വൃത്തിക്കേടുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നല്ലവനായ ഉണ്ണി എന്ന് പറയുന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നല്ലവനായ ഉണ്ണി അപ്പുണ്ണി കോന്തുണ്ണി. നല്ലവനായ ഉണ്ണിയാണ്, അത് ഉണ്ണിയുടെ പേര് അപ്പുണ്ണി കോന്തുണ്ണി വെറും empty. ഇപ്പൊ നല്ലവനാണെന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ, എന്താണ് ആൾക്കൊന്നുമില്ല കേട്ടാ. അപ്പോ നല്ലവനായ ഉണ്ണി അപ്പുണ്ണി കോന്തുണ്ണി വെറും empty കേട്ടാ. അങ്ങനെ ഓർത്ത് വെക്കുക, നല്ലവനായ ഉണ്ണി അപ്പുണ്ണി കോന്തുണ്ണി വെറും empty. ആ കോഡൊന്ന് എഴുതി വെക്കുകയോ ഓർത്ത് വെക്കുകയോ ചെയ്യാം. കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ വിചാരിക്കും ഈ കോഡ് തന്നെ കാണാപ്പാടം പഠിക്കേണ്ട, അങ്ങനെ ഒന്നുമില്ല. അത് കണക്ട് ചെയ്ത് ഓർത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പൊ 4 കെട്ട് അപ്പുണ്ണി കോന്തുണ്ണി 4 കെട്ടിലേതാണ്, 4 കെട്ടിലെ കൃതിയിലാണ്. 4 കെട്ട് കൃതി ആരുടേതാണ്? MT വാസുദേവൻ നായരുടേതാണ്. അടുത്തത് വെള്ളായി അപ്പൻ കടൽ തീരത്ത് OV വിജയൻ. വെള്ളായി അപ്പൻ കേട്ടാ. ഇപ്പൊ വെള്ളായി അപ്പൻ കടൽ തീരത്ത് OV വിജയൻ. ഇപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, കടൽ തീരത്ത് വെള്ളം അടിച്ചിരിക്കുകയെന്ന് വിചാരിക്കാം അല്ലേ. കടൽ തീരത്തിന്റെ ഒരു കാറ്റും പിന്നെ എന്ത് ചെയ്യാണ്, വെള്ളം അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എന്താണ് ഓഗി എന്ന് പറഞ്ഞ കാറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓഗി കൊടുങ്കാറ്റ് അല്ലെ. അപ്പോ കടൽ തീരത്ത് ഇങ്ങനെ വെള്ളം അടിച്ചിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഓഗി കൊടുങ്കാറ്റ് അടിച്ചു വീശുന്നത് കേട്ടോ. കണക്ട് ചെയ്യാം, കടൽ തീരത്ത് വെള്ളം അടിച്ചിരുന്നപ്പോ ഓഗി അടിച്ചു വീശി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? വെള്ളായി അപ്പൻ കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ. ഇങ്ങനെ ഓർത്തു നമ്മള്, കടൽ തീരത്ത് വെള്ളം അടിച്ചിരിക്കുക ഓക്കെ. അപ്പോ അവിടെ എന്താണ് ഓഗി വന്നപ്പോ OV വിജയന്റേതാണ് ഈ പറയുന്ന വെള്ളായപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം. അത് ഏത് കൃതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സാറേ ഇത് കിട്ടോ, കണക്ട് ചെയ്താൽ കിട്ടോ എന്നുള്ളത്. കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനു ശേഷമുള്ള ചോദ്യത്തിലൂടെ പരീക്ഷിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് കാണാപാഠം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, പക്ഷെ കണക്ട് ചെയ്ത് ഓർക്കണം നിങ്ങൾ. ഇത് പഠിക്കുമ്പോൾ വെള്ളായപ്പൻ കടൽ തീരത്ത് OV വിജയൻ, വെള്ളായപ്പൻ കടൽ തീരത്ത് OV അങ്ങനെ പഠിക്കരുത്. വെള്ളായപ്പൻ ഓക്കെ, അപ്പൊ കടൽ തീരത്ത് വെള്ളം അടിച്ചപ്പോൾ ഇത് OV വിജയൻ എന്ന് മനസ്സിൽ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് കുഞ്ഞേനാച്ചൻ അരനാഴിക നേരം പാറപ്പുറത്ത്. കുഞ്ഞേനാച്ചനെ നമുക്ക് എന്ത് ചെയ്യാം, കുഞ്ഞും അച്ഛനാക്കിക്കൂടെ. കുഞ്ഞേനാച്ചൻ ഒരു കുഞ്ഞു അച്ഛനും എന്ത് ചെയ്തു, ഒരു കുഞ്ഞു അച്ഛനും മാത്രം എന്ത് ചെയ്തു, പാറപ്പുറത്ത് അരനാഴിക നേരം കണ്ടിരുന്നു. ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടെന്ന് ആലോചിച്ച് നോക്കി, വലിയൊരു പ്രകൃതി ഭംഗി, ഒരു പാറപ്പുറം. ആ പാറപ്പുറത്ത് അരനാഴിക നേരം ആരിരുന്നു, ഒരു കുഞ്ഞും ഒരു അച്ഛനും ഇരുന്നു. അപ്പോ കുഞ്ഞേനാച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അരനാഴിക നേരം എന്ന കൃതിയിലാണ് പാറപ്പുറത്തിൻ്റെതാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. കുഞ്ഞേനാച്ചൻ അരനാഴിക നേരം പാറപ്പുറത്ത്, കുഞ്ഞും അച്ഛനും പാറപ്പുറത്ത് അരനാഴിക നേരം ഇരുന്നു. അങ്ങനെ കണക്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഒറ്റക്കണ്ണൻ പോക്കർ കഴിഞ്ഞിട്ടൊരു കോമുണ്ട്. മണ്ടൻ മൂത്താപ്പ കഴിഞ്ഞിട്ടൊരു കോമുണ്ട് കേട്ടോ. വേറെ കഥാപാത്രങ്ങളാണ്. സൈനബ എന്ന് പറയുന്ന വേറെ കഥാപാത്രം. ഒറ്റക്കണ്ണൻ പോക്കരും ഒരു കഥാപാത്രമാണ്. മണ്ടൻ മൂത്താപ്പ പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ്. ഒറ്റക്കണ്ണൻ പോക്കറും അതുപോലെ മണ്ടൻ മൂത്താപ്പയും കേട്ടോ. പിന്നെ സൈനബ. ഓക്കെ, സൈനബ ഇത് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്ന കൃതിയിലാണ്. ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്ന കൃതിയിലേതാണ് ഒറ്റക്കണ്ണൻ പോക്കറും മണ്ടൻ മൂത്ത. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ഒറ്റക്കണ്ണനും ഒരു മണ്ടനും, ഒറ്റക്കണ്ണനും മണ്ടനും ചീട്ട് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാൾ മണ്ടനാണ്, ഒരാൾക്ക് ഒറ്റക്കണ്ണ് കാണില്ല. ചീട്ട് കളിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലെ? 2 പേരും അടിയായിരിക്കും അല്ലെ, അടിയോടടി. അപ്പൊ രണ്ടുപേരും അടിയോടടി എന്ന് നമുക്ക് പറയാം. എന്നിട്ട് എന്ത് ചെയ്യണ്, അടി കഴിഞ്ഞപ്പോ ഒരു പാട്ട് പാടാണ്. ഓ സൈനബ അഴകുള്ള സൈനബ എന്നുള്ള പാട്ട് ഇങ്ങനെ പാടുകയാണ്. കാരണം 2 പേര് ചീട്ട് കളിച്ച് കളി കഴിഞ്ഞ അവസാനം അടിയായി പാട്ടായി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഒറ്റക്കണ്ണൻ പോക്കർ, മണ്ടൻ മൂത്താപ്പ, സൈനബ എന്ന് പറയുന്നത് മുച്ചീട്ട് കളിക്കാരന്റെ മകളിൽ നിന്നാണ്. ബഷീറിന്റെ കൃതികളാണ് കേട്ടോ. അത് കൃതിയാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്നത്. അതെന്താണ്, ഈ പറയുന്ന ബഷീറിന്റെ കൃതിയിൽപ്പെട്ടാണ്. പിന്നെ അള്ളാപ്പിച്ച മൊല്ലാക്ക, ഈ മുസ്ലിം കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ള അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് ബഷീറിൻ്റെതല്ല, OV വിജയന്റേതാണ്. നോക്കുക കേട്ടോ. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആരുടേതാണ്? OV വിജയനാണ്. ബഷീറിന്റെ എല്ലാം മുസ്ലിം പേരുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാം ബഷീറിൻ്റെതാണെന്ന്
തെറ്റിദ്ധരിക്കും നമ്മൾ, അങ്ങനെ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. പള്ളാപ്പിച്ച മൊല്ലാക്ക OV വിജയന്റേതാണ്. എന്ത് ചെയ്താ ഓർത്തു, ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. then അടുത്തതാണ് ആനി കേട്ടാ. ആനി ഇവിടെ കോമ ഇട്ടിട്ടില്ല. ആനി, കുട്ടിപ്പാപ്പാൻ കോമ കേട്ടാ. രണ്ട് ആനി എന്നുള്ളൊരു കഥാപാത്രമാണ്, കുട്ടിപ്പാപ്പാൻ എന്നൊരു കഥാപാത്രമാണ്. നോട്ട് ചെയ്ത് നോക്കണം കേട്ടാ. അതുപോലെ കോക്കാഞ്ചിറ മറിയം ഒരു കഥാപാത്രം. 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് ആനി, കുട്ടിപ്പാപ്പാൻ, കോക്കാഞ്ചിറ മറിയം. ഇത് അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ കൃതിയിലുള്ളതാണ്. അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന സാറാ ജോസഫിന്റെ കൃതിയിലെ കഥാപാത്രങ്ങളാണ് ആനിയും കുട്ടിപ്പാപ്പാനും കോക്കാഞ്ചിറ മറിയം. കോക്കാഞ്ചിറ മറിയം പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർത്ത് നോക്കാം. എന്താണ് ആനി എന്ത് ചെയ്യാണ്? ആനി കേട്ടാ, ആനി എന്ത് ചെയ്യാണ്? പാപ്പാനെ കാണാണ്. ദൂരേന്ന് ഒരു രാത്രിയാണേ, അപ്പൊ ദൂരേന്ന് പാപ്പാനെ കാണാണ്. അപ്പൊ പാപ്പാനെ കണ്ടപ്പോ ആനി വിചാരിച്ചത് എന്നൊരു കോക്കാച്ചിയാണെന്ന് വിചാരിച്ചു കേട്ടാ. ആനി പാപ്പാനെ കാണാണ് കേട്ടാ. ആ പാപ്പാനെ കണ്ടപ്പോ ആനി വിചാരിച്ചത് എന്താണ്? കോക്കാച്ചിയാണ്, അതൊരു കോക്കാച്ചിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. സാറേ കോക്കാച്ചി വരുന്നു, എന്താണ്? സാറേ ഇതേ കോക്കാച്ചി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു വരുന്നു. അപ്പൊ ആനി ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ ഒരു എന്ത് ചെയ്തു? പാപ്പാൻ വരെയാണ്, ഇരുട്ടത്താണ്. അപ്പൊ ആനി വിചാരിച്ചത് കോക്കാച്ചിയാണെന്ന്. അപ്പൊ ആനി ഉറക്കെ വിളിച്ചു, സാറേ ദാ കോക്കാച്ചി വരുന്നു കേട്ടാ. അപ്പോ എന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് പറയാം. ആനി, കുട്ടിപ്പാപ്പാൻ, കോക്കാഞ്ചിറ മറിയം, സാറേ എന്ന് പറയുമ്പോൾ സാറാ ജോസഫ് കേട്ടാ. സാറാ ജോസഫ് എന്ന് പറയാം. അലാഹയുടെ പെൺമക്കൾ. ഇനി അലാഹയുടെ പെൺമക്കൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാം, ആനിയും അലലും. അങ്ങനെ കൂടി വേണമെങ്കിൽ ചേർക്കാം. ആനിയും അലലും രണ്ടുപേരും കൂടി ഇങ്ങനെ എന്ത് ചെയ്യണേ? ആനിയും അലലും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഇരുട്ടത്ത് എന്ത് വരുന്നത്? നമ്മുടെ പാപ്പാൻ, കുട്ടിപ്പാപ്പാൻ വരുന്നത്. പേടിച്ചു പോയി, കോക്കാച്ചിയാന്ന് ചോദിച്ചു. അപ്പോ സാറേ ഇതേ കോക്കാച്ചിന്ന് രണ്ടുപേരും വിളിച്ചു പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ ഓർത്തേക്ക, ആനി, കുട്ടിപ്പാപ്പാൻ, കോക്കാഞ്ചിറ മറിയം, അലാഹയുടെ പെൺമക്കൾ, സാറാ ജോസഫ് കേട്ടോ. സാറാ ജോസഫിന്റെ കൃതിയാണത്. then അടുത്തത് ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇതും പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിന്റെ ആത്മാവ് കേട്ടോ. ഇരുട്ടിന്റെ ആത്മാവ്. ഓക്കെ, അപ്പോ ഇരുട്ടിന്റെ ആത്മാവ്. അപ്പൊ എന്ത് ചെയ്തു? ഇരുട്ടിൽ ഒരു ആത്മാവിനെ കണ്ടപ്പോ എന്ത് ചെയ്തു? നമ്മുടെ വേലായുധൻ ഭ്രാന്തനായി. ഒന്ന് ചിന്തിച്ചേ. ഇരുട്ടിലൊരു ആത്മാവിനെ കണ്ടതുപോലെ തോന്നിയപ്പോ അതിങ്ങനെ ആലോചിച്ച് ആക്കെന്ത് ചെയ്തു? ഭ്രാന്തി പിടിച്ചു കേട്ടോ. അങ്ങനെ ഓർത്ത് വെക്കുക. ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇരുട്ടിന്റെ ആത്മാവാണ്. ഭ്രാന്തന്മാർക്ക് തലയിൽ എന്താണ്? തലയിൽ വെറും empty ആണ്. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. അപ്പൊ empty വാസുദേവൻ നായരുടെ നിന്ന് കിട്ടും. അപ്പൊ ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിന്റെ ആത്മാവ്, empty. ഓക്കെ അല്ലേ? then അടുത്തത് അൽഫോൻസ് അച്ഛൻ, മാഗി മദാമ. അൽഫോൻസ് അച്ഛൻ, മാഗി മദാമ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ ദൈവത്തിന്റെ വികൃതികളാണ് കേട്ടോ. M മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ. അൽഫോൻസ് അച്ഛൻ, മാഗി മദാമ കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. M മുകുന്ദൻ. അപ്പൊ മുകുന്ദൻ മുക്കുവൻ ആക്കാം നമുക്ക് കേട്ടോ. മുക്കുവന്മാർ അല്ലേ? മുക്കുവന്മാർ, കടലിന്റെ മക്കൾ എന്നൊക്കെ നമ്മൾ പറയല്ലോ. ഒരുപാട് സ്നേഹവും ഉള്ള ആളുകളാണ് അല്ലേ? അപ്പോൾ പൊതുവെ നമ്മൾ മുക്കുവന്മാർ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? അവരുടെ വീട്ടിൽ എപ്പോഴും മത്സ്യമായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്താണ് ഇവിടെ? അൽഫാമും മാഗിയുമാണ് വരെ കേട്ടാ. അൽഫാമും മാഗിയും കേട്ടാ. കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അൽഫാമും മാഗിയാണ്. ഇവിടെ മീനൊന്നുമില്ല. ഇവിടെ പ്രധാന ഭക്ഷണം അൽഫാമും മാഗിയാണ്. അപ്പോൾ 2 കണക്ട് ചെയ്യുമ്പോൾ അൽഫോൻസ് അച്ഛൻ എന്ന് പറയുന്നത്, മാഗി മദാമ എന്ന് പറയുന്നതും M മുകുന്ദൻ അല്ല. അപ്പോൾ M മുകുന്ദന്റേതാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ വികൃതികളാണ്. അപ്പൊ സാധാരണ നമ്മൾ വിചാരിക്കും എന്താണ് ഇവിടെ മത്സ്യമായിരിക്കും എന്ന് അല്ലേ? അപ്പൊ ഒരു ദൈവത്തിന്റെ ഓരോരോ വികൃതികളെ നോക്കി അവിടെ മത്സ്യമൊന്നുമില്ല, അവിടെ എന്താണ്? അവിടെ അൽഫാമും മാഗിയുമാണ് എന്നൊന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്താല് ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന കൃതിയിലെയാണ് ഈ 2 കഥാപാത്രങ്ങളും. അത് എഴുതിയിട്ടുള്ളത് M മുകുന്ദന്റേതാണ്. M മുകുന്ദന്റെ ഒരുപാട് നോവലുകളുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരു കഥ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. അപ്പോൾ എന്താ തുടർന്ന് ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യാ? ഈ ഒരു കഥാപാത്രങ്ങൾ, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കാര്യങ്ങളും മലയാളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ഷനിലൂടെ പഠിച്ചു പോകാൻ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കേട്ടോ. കാരണം പല ആളുകൾക്കും ഒത്തിരി സമയങ്ങളൊന്നും ചെലവഴിക്കാനുണ്ടാവില്ല പഠനത്തിന്. പക്ഷെ എല്ലാം അങ്ങനെ പഠിക്കണം എന്നല്ല, എന്നാലും നമ്മൾക്ക്
ഓർമ്മയിൽ നിൽക്കാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഈ പഠിച്ചത് കിട്ടുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മാറാൻ വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ചുടലമുത്തു എന്ന കഥാപാത്രം ഏത് കൃതിയിൽ വരുന്നു? ഏത് കൃതിയിൽ വരുന്നു? ഓപ്ഷൻ എ അരനാഴിക നേരം, ബി തോട്ടിയുടെ മകൻ, സി കടൽ തീരത്ത്, ഡി ഇരുട്ടിന്റെ ആത്മാവ്. എല്ലാവർക്കും ഈ ക്ലാസ് കൃത്യമായി സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ചുടലയക്ഷി അല്ലെ, ചുടലയക്ഷി തോട്ടിൽ വഴുതി വീണു. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? തോട്ടിയുടെ മകനാണ് അല്ലെ. നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ തോട്ടിയുടെ മകൻ ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും വഴുതി വീണു എന്നുള്ളതാണ്. അപ്പൊ തകഴി അല്ലെ, തകഴി ശിവശങ്കരപ്പിള്ളയുടേതാണ് ഈ ഒരു കഥാപാത്രം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? കോഡ് കാണാപ്പാടം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ, നിങ്ങളുടെ മെമ്മറിയിലേക്ക് അത് റീകോൾ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒറ്റക്കണ്ണൻ പോക്കർ, സൈനബ. ഇത് ഞാൻ പറഞ്ഞില്ലേ വളരെ ഇമ്പോർട്ടന്റ്, പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒറ്റക്കണ്ണൻ പോക്കർ, സൈനബ എന്നീ കഥാപാത്രങ്ങൾ വരുന്ന കൃതി ഏതാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകള്, അലാഹയുടെ പെൺമക്കൾ, ഇരുട്ടിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വികൃതികൾ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഒറ്റക്കണ്ണനും അതേപോലെ മണ്ടൻ അല്ലെ, മണ്ടനും ഒറ്റക്കണ്ണനും എന്ത് കളിച്ചാല്? ചീട്ട് കളിച്ചാല് നല്ല ശേലായിരിക്കും അല്ലെ. അപ്പൊ ഓ സൈനബ പാടി നമ്മൾ പറഞ്ഞു. അപ്പൊ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീറിന്റേതാണ് എന്ന് നമ്മൾ പറഞ്ഞു. കിട്ടിയില്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തത് പോക്കാം. ഓമൻജി ആരുടെ കഥാപാത്രമാണ്? ഓമൻജി ആരുടെ കഥാപാത്രമാണ് എന്നുള്ളതാണ് ചോദ്യം. എസ് കെ പൊറ്റക്കാട്, എം ടി വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, എം മുകുന്ദൻ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓമന, ഓമന തെരുവിൽ പെറ്റു അല്ലെ എന്നുള്ള പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി. നമുക്ക് ഒരു കൺഫ്യൂഷൻ, ഇങ്ങനെ കണക്ഷൻ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ ആൻസറിലേക്ക് എത്തി. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട് ഞാൻ 100% വിശ്വസിക്കുകയാണ്. ഓമൻജി എന്ന കഥാപാത്രം ആരുടേതാണ്? എസ് കെ പൊറ്റക്കാടിന്റേതാണ്. കൃതിയും വേണമെങ്കിൽ നമ്മൾ പറയും. എന്താണ്? ഏത് കൃതിയിലാണ് അല്ലെ? ഒരു തെരുവിന്റെ കഥ. വേണ്ട, ഒരു തെരുവിന്റെ കഥ. അപ്പൊ ചെറിയൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ മാക്സിമം പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമന്റ്സ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കമന്റ്സ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാസ് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.